മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 5-6 വാക്യത്തിൽ വചനം ഇപ്രകാരം പറയുന്നുണ്ട്: ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. കർത്താവിന്റെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. നമ്മൾ ചില ആളുകളെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അവര് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. അതായത് അവർ ഏതെങ്കിലും ഒരു കാലത്ത് പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് ആത്മശോധനയൊക്കെ ചെയ്ത് എല്ലാ പാപങ്ങളും ഓർഡറിലൊക്കെ എഴുതി വന്ന് കുമ്പസാരിച്ചതായിരിക്കാം. പിന്നെ അവർ 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ പിന്നെയും ഈ പാപത്തിലേക്ക് തന്നെ, ഈ ചെയ്ത പാപങ്ങളിലേക്ക് തന്നെ പിന്നെയും വീഴുന്നു. പിന്നെ അവർ ഓൾറെഡി ആത്മശോധന ചെയ്ത് വെച്ചുകൊണ്ട് ഇത് തന്നെ പിന്നെയും കുമ്പസാരിക്കുന്നു. അങ്ങനെ കുമ്പസാരിച്ച് ഇവർ ഇതൊക്കെ കാണാതെ പഠിച്ച് പിന്നെ ആത്മശോധന ഒക്കെ പോയി ഒരു അനുതാപം ഇല്ലാതെ പിന്നെ ഇത് തന്നെ പിന്നെയും എല്ലാ ആഴ്ചയും പറഞ്ഞ് ആ ഒരു എഫക്റ്റ് അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ ശരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കൊരു ബലഹീനതയുണ്ട്. ഈ ബലഹീനത ഞാൻ പൂർണ്ണ അനുതാപത്തോടുകൂടി എല്ലാ പരിഹാരങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഒരു കുമ്പസാരം നടത്തിയിരുന്നെങ്കിൽ പിന്നെ ഈ പ്രലോഭനം ഉണ്ടാകുമ്പം പ്രാർത്ഥനയിലൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ എനിക്ക് അതിനെ അതിജീവിക്കാനുള്ള വലിയ കൃപ കിട്ടും. അപ്പോൾ ഇത് നമ്മളൊന്നും ചെയ്യാതെ ചുമ്മാ പ്രാർത്ഥിച്ച് ഈ കുമ്പസാരത്തിലൂടെ മാത്രം നമുക്കെല്ലാം, ഇപ്പം എന്തെങ്കിലും പാപം ചെയ്യുന്ന പാപത്തോട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ കുമ്പസാരം ഉണ്ടല്ലോ, പിന്നെ എന്തിനും എൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് എല്ലാ പാപങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളും ഉപേക്ഷിക്കാതെ ഈ പാപമോചനം ലഭിക്കുന്നുള്ള പ്രത്യാശയോടുകൂടി ഇപ്പോൾ ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ക്ഷമിക്കുമെന്ന് ഓർത്ത് വീണ്ടും ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ദൈവത്തോടെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പം ഈശോയായിട്ട് നല്ലൊരു ആത്മബന്ധം, നല്ലൊരു സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പാപം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരാൾക്ക് ഭയങ്കര കുടിച്ച് നടക്കുന്ന ഒരു ആളാണെന്ന് വിചാരിക്കുക. അയാൾക്കൊരു ലൈൻ സെറ്റ് ആയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലൈൻ അയാളോട് പറയുകയാണ്, ചേട്ടൻ ഇനി കഴിക്കരുത് കേട്ടോ. അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ. പിന്നെ അയാൾ പെണ്ണായിട്ട് അടി ഉണ്ടാക്കണവരെ പുള്ളി കുടിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഈശോയായിട്ട് അങ്ങനെയല്ല, വഴക്കുണ്ടാകുകയില്ല. നമ്മൾ ആ സ്നേഹം അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ വിട്ടുപിരിയുകയില്ല. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രഭാഷകൻ 34-31 ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പാപത്തെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് കേൾക്കും? സ്വയം എളിമപ്പെട്ടതുകൊണ്ട് അവൻ എന്ത് നേടി? അപ്പം നമ്മളെ കഷ്ടപ്പെട്ട് ഈ പരിഹാരങ്ങളെല്ലാം ചെയ്തിട്ട്, ഇപ്പം ദാനിയേലിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ദൈവത്തിന് മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര വിശുദ്ധിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ഈ പാപത്തിലേക്ക് വീണ് പോകുമ്പോഴാണ് കർത്താവ് ഈ വചനം കൂടി പറയുന്നത്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമുക്ക് ഇപ്പം ഇത്രയും കാലം നമ്മൾ വിശുദ്ധിയില്ലാതെ നമ്മൾ ചുമ്മാ കുമ്പസാരിച്ച് പാപമോചനം ലഭിച്ചു നമ്മൾ വിശ്വസിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് പൂർണ്ണ അനുതാപത്തോടു കൂടി നമുക്ക് വിശുദ്ധ കുമ്പസാരം അതിൻ്റെതായ ഒരു വില കൊടുത്തുകൊണ്ട് തന്നെ പൂർണ്ണ അനുതാപത്തോടു കൂടി നല്ല പരിഹാരങ്ങളൊക്കെ ചെയ്ത് വിശുദ്ധിയോടുകൂടി പാപമോചനം തേടി വിശുദ്ധിയിൽ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.